പ്രിയമുള്ളവരായിട്ടായിരിക്കും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവും ആദരവും ആരംഭമായിട്ട് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന KSNA കുടുംബം, പ്രിയപ്പെട്ടവരെ, എനിക്ക് മുഖപരിചയമുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹവും കടപ്പാടും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശ്രദ്ധയിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം, റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ഉദ്വേലകമായിട്ട് നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ഞാൻ തന്നെ ഇങ്ങനെ വായിക്കാം. റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സത്യത്തിൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാക്യമല്ലേ. നമ്മളെല്ലാം കർത്താവിനെ കാലാകാലങ്ങളിൽ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നു. കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് എല്ലാവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ധൈര്യവും വലിയ സന്തോഷവും നൽകുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇവിടെ മലയാളത്തിലെ ഈ വാക്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ശിക്ഷാവിധി എന്ന് പറയുമ്പോൾ നമ്മളൊരു പണിഷ്മെൻറ്റ്, ഒരു ശിക്ഷ, നമുക്കിനി ഒരു നരകശിക്ഷ ഇല്ല, അഗ്നി നരകത്തിൽ നമ്മളെ തള്ളിക്കളയുകയില്ല, അങ്ങനെ ഒരു ശിക്ഷാവിധി നമുക്കില്ല എന്നാ പറയുന്നത് എന്ന മലയാളത്തിൽ വായിച്ചാൽ നമുക്ക് തോന്നും. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ശിക്ഷാവിധി എന്നല്ല, മറിച്ച് കണ്ടംനേഷൻ, ഒരു കുറ്റം വിധി എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് അതിൻ്റെ മുകളിലുള്ള അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 7-ാമത്തെ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള കുറ്റബോധത്തിൻ്റെതായ വാക്കുകൾ, പൗലോസിൻ്റെ തന്നെ വാക്കുകൾ നമുക്ക് കാണാം. അതിനുശേഷം അതെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് താൻ വെച്ച ശേഷം താൻ ഒരു അവസാനത്തെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. നമുക്കെന്തില്ല, ക്രിസ്തുയേശുവിലുള്ളവരാണ്, അതുകൊണ്ട് നമുക്കെന്തില്ല, നമുക്ക് അനാവശ്യമായ ഒരു കുറ്റം വിധി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് കുറ്റബോധമൊന്നും വേണ്ടേ? കുറ്റബോധം ഉണ്ടെങ്കിലല്ലേ നമുക്ക് തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്ന് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാൻ ഒക്കുള്ളൂ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നമുക്ക് കുറ്റബോധം പരിശുദ്ധാത്മാവ് തരുമ്പോൾ നമ്മളത് സ്വീകരിക്കണം. കുറ്റബോധമില്ലാത്തത് ഒരു നല്ല കാര്യമല്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കുറ്റബോധമല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന, നമ്മുടെ പാപത്തെക്കുറിച്ച് തരുന്ന ഒരു ഉണർത്തലിനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് എന്താണ്, പിശാച് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ഒരു കുറ്റം വിധി. നമ്മൾ ശരിയല്ല, നമ്മുടെ ജീവിതം, നമ്മുടെ ഇടപാടുകൾ, അതിനെക്കുറിച്ചൊക്കെ വലിയൊരു കുറ്റം വിധിയും നിരാശയും, എന്നെക്കൊണ്ട് ഇങ്ങനൊന്നും ജീവിക്കാൻ ഒക്കുകയില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ടൊന്നും ഇത് നടക്കുകയില്ല എന്നുള്ള നിലയിൽ നമ്മളെ ഒരു കുറ്റം വിധിയിലും, അങ്ങനെ ആ കുറ്റം വിധി പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? കുറ്റം വിധി പറഞ്ഞാൽ നമുക്കൊരു നിരാശയും നമ്മുടെ സന്തോഷം ഇല്ലാതാവുകയും ദൈവസന്നിധിയിൽ നമുക്കൊരു പ്രാഗൽഭ്യവും ധൈര്യവും നഷ്ടപ്പെടുകയും എപ്പോഴും മുഖം കുനിഞ്ഞവരായിട്ടും ഇത് പറ്റുമോ ഇല്ലയോ ഒരു ഉറപ്പില്ലാത്തവരായിട്ടും വളരെ ഒരു അരിഷ്ടമായ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം അങ്ങനെ നീങ്ങിപ്പോകും. ഞാൻ ഇത് പറയുമ്പോൾ ഇന്ന് പകലെ ഞാനൊരു സഹോദരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് വളരെ അടുത്ത വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം താൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ നിലയിൽ ഒരു സഭയിൽ അംഗമായിട്ട് സന്തോഷമായിട്ട് ആയിരിക്കുന്നു. തനിക്ക് ദൈവം ഒരു കുടുംബം നൽകി, കുഞ്ഞിനെ നൽകി, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ചില നാളുകൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ വീഴ്ച വന്നു. ആ വീഴ്ചയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കരകയറി തൻ്റെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു.
ആളുകളുടെ മുമ്പാകെ ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണം വരുത്തി. എല്ലാ നിലയിലും തനിക്കുണ്ടായ ആ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിച്ച്, നമ്മൾ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ, നമുക്ക് എന്തെങ്കിലും ഒരു പാപം വന്നാൽ നമ്മൾ എന്ത് വേണം? ആ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നു എങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്നാണ് അവിടെ നമുക്ക് തരുന്ന ഉറപ്പ്. അപ്പോൾ ആ നിലയിൽ ഈ പ്രിയ സഹോദരൻ താന് ദൈവസന്നിധിയിൽ ആ കാര്യം ഏറ്റു പറഞ്ഞു. അതുകൊണ്ട് വന്ന കുഴപ്പങ്ങൾക്ക് താന് പരിഹാരം വരുത്തി. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോഴും നാളുകൾക്ക് ശേഷവും അദ്ദേഹം ഒരു കുറ്റബോധത്തിൽ അങ്ങനെ അങ്ങ് കിടക്കുക. കുറ്റബോധം എന്ന് വെച്ചാൽ തനിക്കിനി രക്ഷയില്ല. ഞാൻ ഈ സത്യത്തിന്റെ പരിജ്ഞാനമൊക്കെ പ്രാപിച്ച ശേഷം എനിക്കൊരു വീഴ്ച വന്നു. ഇനിയും എനിക്ക് എന്തില്ല, ഇനിയും എനിക്ക് ആ നിലയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെയും ഒക്കെ പല പ്രശ്നങ്ങൾ വരുന്നത്. മനുഷ്യരല്ലേ, പല കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരും. നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, അത് കിട്ടിയില്ല, അല്ലെങ്കിൽ ബസ്സിന് കൈ കാണിച്ചു, ബസ് നിർത്തിയില്ല. ഏത് മനുഷ്യനാണെങ്കിലും ഈ ലോകത്ത് ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത്. പക്ഷെ ഉടനെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താ? കണ്ടോ, ദൈവം എന്നെ കൈവിട്ടു, അതുകൊണ്ടാണ് എനിക്ക് ബസ് കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ കുഞ്ഞിന് അസുഖം വന്നത് ദൈവം എന്നെ കൈവിട്ടത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു തമാശയല്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്ന വളരെ നല്ല ഒരു സഹോദരന്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്താ അദ്ദേഹത്തിന്റെ പ്രശ്നം? തനിക്കൊരു പാളിച്ചയുണ്ടായി, ഒരു വീഴ്ചയുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ പാളിച്ചയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ പാപത്തിൽ താൻ വീണതിന്റെ ഭാഗമായിട്ട് താന് ദൈവസന്നിധി വന്ന് അനുദമിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷവും തനിക്കൊരു ധൈര്യം എടുക്കാൻ, ഒരു പ്രാഗൽഭ്യത്തിലേക്ക് വരാൻ തനിക്ക് കഴിയുന്നില്ല. പിശാച് തന്റെ ഹൃദയത്തെ നിരന്തരം ഒരു കുറ്റബോധം കൊണ്ടിങ്ങനെ വേട്ടയാടുകയാണ്. നിനക്കിനി രക്ഷയില്ല, നിന്നെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ നീ മലിനമെന്നെണ്ണി, കൃപയുടെ ആത്മാവിനെ നീ ധിക്കരിച്ചു, ഇനിയും നിനക്ക് ന്യായവിധി മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹത്തെ ഒരു വലിയ നിരാശയിലേക്കും ഒരു അരിഷ്ടമായ ഒരു അനുഭവത്തിലേക്ക് തള്ളിവിട്ടിരിക്കുക. ഞാൻ എപ്പോൾ കണ്ടാലും അല്ലെങ്കിൽ സംസാരിക്കാൻ ഇട കിട്ടുമ്പോഴും അദ്ദേഹത്തെ കൊണ്ട് പല നേരം സംസാരിച്ച് അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും പിന്നെയും വീണ്ടും ആ ഒരു ദൂഷിത വലയത്തിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ 32-ാം സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം ഓർക്കാറുണ്ട്. 32-ാമത്തെ സങ്കീർത്തനം, പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനം അതിന്റെ 3-4 വാക്യങ്ങൾ നോക്കുക. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണത്. ദാവീദിനൊരു തെറ്റുണ്ടായി, പാപമുണ്ടായി. പക്ഷേ അതിനെ തുടർന്ന് താനെ പറയുന്ന ഒരു അനുതാപത്തിന്റെ സങ്കീർത്തനമാണ്. ആ 32-ന്റെ 3-4 വാക്യങ്ങള്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. കണ്ടോ, ഒരു പാപമുണ്ട്. പക്ഷെ അത് ദൈവത്തോട് ഏറ്റുപറയാതിരുന്ന് ദൈവത്തിൽ നിന്ന് ആ പാപമോചനത്തിന്റെ ആ നിലയിലുള്ള ഒരു അഷ്വറൻസ്, ഉറപ്പ് പ്രാപിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ ഇവിടെ കാണുന്നത്? 3 കാര്യങ്ങളാ കാണുന്നത്. ഒന്നൊരു വലിയ ഭാരം. ഇതൊരു ഭാരമാണ്. കുറ്റബോധം എന്ന് പറയുന്നത്, കുറ്റവിധി എന്ന് പറയുന്നത് ഒരു ഭാരമാണ്. പിന്നെന്താ ഉള്ളത്? രണ്ടാമത് നമ്മൾ കാണുന്നത് ആ ഭാരം നമുക്കൊരു ഞരക്കം തരും. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഞരക്കമാണ്. എന്നെ കൊണ്ട് പറ്റുകയില്ല, എന്നെ കൊണ്ട് കൊള്ളുകയില്ല എന്നുള്ള ഞരക്കം. മൂന്നാമത് ഒരു ക്ഷയം. കണ്ടോ, ഒരു ക്ഷയം.
ഇത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുക. ആദ്യം ഒരു ഭാരമായിരുന്നു, പിന്നെ അത് ഹൃദയത്തിൽ ഒരു ഞരക്കമായി, പിന്നെ ഒരു ക്ഷയം, അങ്ങനെ പോവുകയാണ് തൻ്റെ ജീവിതത്തിൽ അവിടെ സംഭവിക്കുന്നത്. ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ആ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റു പറയാതെ മിണ്ടാതിരുന്നപ്പോഴാണ് ഇത് തനിക്ക് സംഭവിച്ചത് എന്നാണ് ദാവീദ് അവിടെ കാണുന്നത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, എത്ര എത്ര അരിഷ്ടമായ ഒരു അനുഭവം. ഞരക്കവും ആ നിലയിൽ ക്ഷയവും ഭാരവും എല്ലാം ഉള്ള ഒരവസ്ഥ എന്ന് തന്നെയല്ല. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് പുറത്തു നിന്ന് പിന്നെയും നമ്മളെ അകത്തേക്ക്, ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ ചെന്ന് നമ്മുടെ എല്ലാ സന്തോഷത്തെയും കെടുത്തി കളയുന്ന പോലെ കാണുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്താ പോലെ പറ്റിപ്പോയി. കണ്ടോ, അസ്ഥി അങ്ങ് ഉള്ളിലേക്ക് പോവുക, കുറ്റബോധം. അസ്ഥിക്കകത്താണ് മജ്ജ. ഉള്ളിലേക്ക് അത് ഒരു കുറ്റം വിധി പോലെ തന്നെ തനിക്ക് സ്വീകരിക്കാൻ ഒക്കാത്ത നിലയിൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പലരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ നിലയിൽ അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റി, അവരത് ഏറ്റു പറഞ്ഞു, കർത്താവ് അത് ക്ഷമിച്ചു, സഭയും അത് ക്ഷമിച്ചു, എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. പക്ഷേ എന്നാലും അവര് തന്നെ അവർക്ക് മാപ്പ് കൊടുക്കാനൊക്കാതെ ഒരു വലിയ കുറ്റം വിധിയിലും നിരാശയിലും അങ്ങനെ കിടക്കുന്നു. അസ്ഥിയിലേക്ക്, മജ്ജയിലേക്ക്, ഉള്ളിലേക്ക് ഈ കുറ്റം വിധി അങ്ങനെ അങ്ങ് കയറിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, ഇതിനുള്ള പ്രതിവിധി എന്താ? പ്രതിവിധി ദാവീദ് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. 32-ന്റെ 3-4 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 5-ാമത്തെ വാക്യം, അടുത്ത വാക്യം നോക്കുക. അവിടെ എന്താ പറയുന്നത്? ഉടനെ ദാവീദ്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. നമുക്കുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ പല വാക്യങ്ങളും നമുക്ക് കാണാതെ അറിയാവുന്നത് കൊണ്ട് ഇതങ്ങ് യാത്രീയമായിട്ട് നമ്മളങ്ങ് ഉരുവിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ചൈതന്യം പലപ്പോഴും നമ്മളെ സ്പർശിക്കുന്നില്ല. ഇവിടെ കണ്ടോ, ദാവീദ് പറയുന്നു, ഇങ്ങനെയൊക്കെ ഭാരവും ക്ഷീണവും ക്ഷയവും ഒക്കെ ആയിട്ട്, ഞരക്കവും ഒക്കെ ആയിട്ട് ഞാൻ ഇരുന്നു. അതെപ്പോഴാ? ഞാൻ മിണ്ടാതിരുന്നപ്പോഴാ. അപ്പോ ദാവീദ് തന്റെ അനുഭവം മനസ്സിലാക്കി, ഞാൻ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ പാപം ദൈവത്തോട് അറിയിക്കണം. അങ്ങനെയാണ് ഇതിന് പോംവഴിയുള്ളത്. ഇതിനൊരു പ്രതിവിധിയുണ്ട്. ആ പ്രതിവിധി എവിടാ ഉള്ളത്? ദൈവസന്നിധിയിലാണ് ഉള്ളത് എന്ന് താൻ മനസ്സിലാക്കി താൻ ദൈവസന്നിധി ചെന്നിട്ട് താൻ ചെയ്യേണ്ടത് ചെയ്തു. താൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. ദാവീദിന്റെ ഭാഗത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം അത്രയുമാണ്. അപ്പൊ ദൈവത്തിന്റെ ഭാഗത്ത് ദൈവം ചെയ്തത് എന്താ? അതാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാനൊക്കൂ. മനുഷ്യന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് ചെയ്യുക. എന്താ വേണ്ടത്? വലിയ ഏതെങ്കിലും തീർത്ഥയാത്ര പോവുകയോ, എന്തെങ്കിലും വലിയൊരു തുക കൊടുക്കുകയോ, എന്തെങ്കിലും നമ്മളെ തന്നെ പീഡിപ്പിക്കുകയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. മറിച്ച് എന്താ ഇവിടെ പറയുന്നത്? പാപം ദൈവത്തോട് അറിയിച്ചാൽ മതി. അകൃത്യം അതിനെ ന്യായീകരിക്കാതെ, ഒരു സ്വയം ന്യായീകരണത്തിൽ മുഴുകാതെ, ദൈവമേ എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങയോട് പാപം ചെയ്തു, അങ്ങയോട് തന്നെ ഞാൻ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധി പറഞ്ഞാൽ മതി. നമ്മുടെ പാപം മറ്റൊരാളെ കൂടെ ആ നിലയിൽ മറ്റൊരാൾ കൂടെ അനർത്ഥമോ ദോഷമോ ആയെങ്കിൽ ആ ആളിനോട് നമ്മൾ ചെന്ന് പറഞ്ഞ് ക്ഷമ പ്രാപിക്കണം. അങ്ങനെയല്ല, നമ്മൾ ദൈവവും മാത്രമുള്ള ഒരു രംഗത്താണ് നമ്മൾ തെറ്റിപ്പോയതെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ പാപങ്ങൾ അറിയിച്ചാൽ മതി. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ, 32-ന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു.
അതായത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ദാവീദ് എന്താ പറയുന്നത്? ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏറ്റു പറഞ്ഞതായിട്ട് അവിടെ പറയുന്നില്ല. ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് മനസ്സിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനൊന്ന് തയ്യാറായതേ ഉള്ളൂ. അപ്പോഴുണ്ട് ദൈവം എന്ത് ചെയ്തു? പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഈ വാക്യം വായിക്കുമ്പോൾ ഈ പാപം ക്ഷമിക്കാൻ ആർക്കാ തിടുക്കം? ദാവീദ് ഞാൻ ഈ ലംഘനം ഏറ്റു പറയും എന്ന് മനസ്സിലൊന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അതറിഞ്ഞ വലിയവനായ ദൈവം എന്തോ ചെയ്തു? ഇങ്ങോട്ട് ഓടി വന്ന് ക്ഷമിക്കുന്നത് പോലെ കാണുന്നത്. ഞാനിത് വായിക്കുമ്പോൾ എപ്പോഴും ആ ധൂർത്തപുത്രന്റെ ഉപമ ഓർക്കാറുണ്ട്. കർത്താവ് പറഞ്ഞ മുടിയൻ പുത്രന്റെ ഉപമ. മുടിയൻ പുത്രൻ എന്താ പറഞ്ഞത്? ഞാന് അപ്പന്റെ അടുക്ക ചെന്ന് അപ്പനോട് ക്ഷമ ചോദിക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരിക. വന്ന് അതെല്ലാം അപ്പനോട് ഏറ്റു പറയാനുള്ള സാഹചര്യം പോലും അപ്പൻ കൊടുത്തില്ല. മകനെ കണ്ടപ്പോ മകന്റെ അടുത്തേക്ക് ഓടി വന്നത് ആരാ? അപ്പനാ ഓടി വന്നത്. ഇവനെ വീണ്ടും വീട്ടിൽ കൈക്കൊള്ളാനുള്ള തിടുക്കം ആർക്കാണ്? പിതാവിനാണ്. ഇവനോട് ക്ഷമിപ്പാൻ തയ്യാറായി ആ നിലയില് തന്നെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അതിനുള്ള ആ മനോഭാവം, പിതാവിന്റെ ആ തിടുക്കമാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കേട്ടിട്ടുണ്ട്, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ ഇടയിൽ ചില നാട്ടു നടപ്പുകളുണ്ട്. അതില് 40 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരൊന്നും ഓടാൻ പാടില്ലെന്ന്. ഓടിയാൽ എന്താ? അവരുടെ മാന്യത, സമൂഹത്തിലെ മാന്യത നഷ്ടമാകും എന്നൊക്കെയാണ് അവരുടെ ഇടയിലെ ഒരു രീതി. ഇവിടെ കണ്ടോ, ധൂർത്തപുത്രന്റെ അപ്പൻ എന്തോ ചെയ്തു? അത്രയും പ്രായമുള്ള അപ്പൻ തൻ്റെ മകനെ അങ്ങ് അകലെ കണ്ടപ്പോൾ, അകലെ മകനെ കാണണമെങ്കിൽ അപ്പൻ എന്തോ വേണം? വരുന്നു എന്ന് നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ച്, നമുക്ക് മലയാളത്തിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെ അപ്പൻ ആ പടിവാതിക്കൽ കാത്തു നിൽക്കുകയാണ്. മകനെ കണ്ടപ്പോ താൻ ഓടിപ്പോയാൽ തൻ്റെ സമൂഹത്തിലെ വില നഷ്ടമാകുമോ എന്നൊന്നും ചിന്തിക്കാതെ പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബനം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിക്കാൻ സ്വർഗത്തിന്റെ തിടുക്കം നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് തൻ്റെ ആ നിലയിലുള്ള അവകാശങ്ങളും പദവികളും മാറ്റിവെച്ചു. ഓടിയാല് തനിക്ക് സമൂഹത്തിലുള്ള പദവി നഷ്ടപ്പെട്ടോട്ടെ, എന്നാലും എനിക്ക് എൻ്റെ മകനാണ് പ്രധാനം. ദൈവം എന്ത് ചെയ്തു? ആ ദൈവത്തെ ഉരിഞ്ഞു വെച്ചു, മനുഷ്യനെ തേടി ഈ താണഭൂമിയിലേക്ക് വന്നു. കണ്ടോ? അപ്പോ നമ്മുടെ പാപം ക്ഷമിച്ചു തരാൻ തിടുക്കം ദൈവത്തിനാണ്. അതാണ് ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഇതാ അങ്ങനെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ ആരെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് നമുക്ക് ഏതെങ്കിലും നിലയിൽ നമ്മളെ ഒരു നിരാശയിലേക്കും കുറ്റം വിധിയിലേക്കും പിശാച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പൂർണ്ണമായി ഒരു രക്ഷ നേടണം. എന്തുകൊണ്ട് അങ്ങനെ നേടണം? കാരണം നമ്മളങ്ങനെ കുറ്റം വിധിയില് നമ്മളെ തന്നെ പഴിച്ചു, നമ്മുടെ നെഞ്ചത്തടിച്ചു, എനിക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ചാൽ നമ്മള് ആളുകളെ ഈ ക്രിസ്തീയതയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ക്ഷണിക്കുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് അവരെ അകറ്റി നിർത്തുക. അവര് നോക്കുമ്പോൾ ഇന്നാൾ ഇത്ര നാളായിട്ട് വിശ്വാസിയാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവന്റെ ജീവിതത്തില് ഒരു സന്തോഷം കാണുന്നില്ല, അവന്റെ കുടുംബ ജീവിതത്തില് ഒരു ചൈതന്യം കാണുന്നില്ല. എപ്പോഴും സ്വയം പഴിച്ചു, കുറ്റപ്പെടുത്തിയും നിരാശപ്പെട്ടു, മുഖം വാടിയും. ഇങ്ങനെയാണെ പിന്നെന്തിനാ നമ്മളും അവിടെ പോകുന്നത്? അങ്ങനെ തോന്നുകയല്ലേ? നമ്മളൊരു നെഗറ്റീവ് എക്സാമ്പിൾ ആയിരിക്കരുത്. നമ്മൾ കുറ്റം വിധിയില് നമ്മളെ തന്നെ പഴിച്ച് മുഖം വാടി മുഖം താഴ്ത്തി നമ്മൾ ജീവിച്ചാൽ നമ്മൾ എന്തായി തീരും? ക്രിസ്തീയതയുടെ ഒരു നിഷേധാത്മകമായ മാതൃക, നെഗറ്റീവ് എക്സാമ്പിളായി നമ്മൾ സമൂഹത്തിലാകും. നമ്മളെ കണ്ടാൽ പിന്നെ ആരും എന്തിലേക്ക് വരികയില്ല? ഈ വിശ്വാസത്തിലേക്ക് വരികയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരാളെ
നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തായി മാറരുത്? ഈ ക്രിസ്തീയതയ്ക്ക് ഒരു നിഷേധ മാതൃകയായി, നെഗറ്റീവ് എക്സാമ്പിളായി മാറരുത്. ഞാൻ പലപ്പോഴും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരനോട് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തൊരു സാധ്യതയുള്ള സഹോദരനായിരുന്നു. തനിക്ക് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു, ദൈവം ക്ഷമിച്ചു എന്നുള്ള ഉറപ്പോടെ നിന്നിരുന്നെങ്കിൽ അനേകരുടെ അടുത്ത് തനിക്ക് ഈ വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒരു ആ നിലയിൽ ഒരു ചാലായിട്ട് നിൽക്കാമായിരുന്നു, ഒരു ചാനലായിട്ട് തനിക്കാകാമായിരുന്നു. എന്നാൽ താനെ പലപ്പോഴും നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു നിഷേധ മാതൃകയാണ് ആകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് സന്ധ്യയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകരുത്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതം സന്തോഷഭരിതമാകണം, നമ്മുടെ ജീവിതം പ്രാഗൽഭ്യമുള്ളതാകണം എന്നത് മാത്രമല്ല, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ അനേകരെ വെല്ലുവിളിക്കുന്ന ഒരു സന്തോഷമുള്ള ജീവിതം നമുക്കുണ്ടാകണം. ആളുകളൊക്കെ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കും ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്നല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ പറയുന്ന വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ജീവിതത്തിലുണ്ടോ എന്നൊക്കെ ആളുകൾ അടുത്തും അകലെയും നിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നു. നമ്മൾ ഈ ക്രിസ്തീയതയ്ക്ക്, ഈ ക്രിസ്തുവിലുള്ള സന്തോഷത്തിന്, ക്രിസ്തുവിലുള്ള ചൈതന്യത്തിന് നമ്മളൊരു യഥാർത്ഥ മാതൃകയായി അനേകരെ ജീവിതം കൊണ്ട് ഇതിലേക്ക് വെല്ലുവിളിക്കുന്നവരായിട്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു നിഷേധ മാതൃകയായി തീരരുത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു തെറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തെറ്റ് ചെയ്താൽ ഉടനെ നമ്മൾ അതിന് വേറെ എന്തെങ്കിലും ശാരീരികമായ പീഡനത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പെന്തക്കോസ്ത് നാളില് പത്രോസ് അടുക്കല് ആളുകൾ ഓടി വന്നു. ഈ സംഭവം എല്ലാം കേട്ട്, ഒച്ചയും ബഹളവും എല്ലാം കേട്ട് യഹൂദന്മാർ ഓടി വന്നിട്ട് ചോദിക്കുന്നു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തോ ചെയ്യണം? ആട്ടെ, ഇതെല്ലാം പറഞ്ഞല്ലോ, എന്തോ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങൾ വിട്ട് കർത്താവിലേക്ക് തിരിയണം എന്നാണ് അവിടെ പറയുന്നത്. ഈ ചോദിക്കുന്നത് ആരാണ്? യഹൂദ മതാനുസാരികളായിട്ട് പല നാടുകളിൽ നിന്നും വന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പാപം ഉണ്ടായാൽ അവരെന്താ ചെയ്യേണ്ടത്? അവരെ ഒരു ആട്ടുകുട്ടിയോ കാളക്കിടാവിനെയോ കൊണ്ടുവന്ന് യാഗം കഴിച്ച് അങ്ങനെ ഒരു കർമ്മം ചെയ്താലേ അവരുടെ പാപം മോചിക്കപ്പെടുകയുള്ളായിരുന്നു. പഴയ നിയമം അങ്ങനെയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ ഇതാ പെന്തക്കോസ്ത് നാളിൽ സഭ ഉടലെടുക്കുന്നു. അവിടെ ആദ്യം ഈ ഓടി വന്ന ആളുകള് പത്രോസിനോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ മറുപടി എന്താ? നിങ്ങൾ ഒരു ആടിനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതിന് ചുറ്റും നിങ്ങൾ 10 വട്ടം ഒരു ശയന പ്രദക്ഷിണം നടത്ത്. ശയന പ്രദക്ഷിണം എന്ന് വെച്ചാൽ എന്താ? ചുറ്റും കിടന്ന് ഉരുളുക, അല്ലെങ്കിൽ ഒരു വലിയ തുക എല്ലാവർക്കും സംഭാവന കൊടുക്കുക, അല്ലെങ്കിൽ 10 ദിവസം ഒന്നും കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള ശാരീരിക പീഡനങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറയുന്നില്ല. മറിച്ച് എന്താ? മാനസാന്തരപ്പെടുക. ഒരൊറ്റ കാര്യം, മനസ്സിനൊരു മാറ്റം. ദൈവത്തിന്റെ അടുത്ത് ചെന്ന്, ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം എത്ര കൊടിയതാണെങ്കിലും അതിന് മുഴുവൻ പരിഹാരം കാൽവറി ക്രൂശിൽ കർത്താവിന്റെ രക്തം ആ നിലയിൽ അതിന് പ്രതിവിധി വരുത്തി കഴിഞ്ഞു. നമ്മൾ അതിൽ ശരണപ്പെട്ടാൽ മാത്രം മതി. പെന്തക്കോസ്ത് നാളിൽ കണ്ടോ, പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്ന ആ പശ്ചാത്തലത്തിലാണ് പത്രോസ് അവരോട് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ആ നിലയിലുള്ള പാപബോധം നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. അത് മതി. കണ്ടോ, ക്രിസ്തീയത എത്ര കാര്യങ്ങളെ എത്ര ലളിതമാക്കിയിരിക്കുന്നു. ഒരളവിൽ ഇത് വളരെ ലളിതമാണ്, മറ്റൊന്നും ചെയ്യണ്ട. പക്ഷേ അത് തന്നെ പലരെയും ചെയ്യാൻ അനുവദിക്കാതെ പിശാച് പലപ്പോഴും അവരെ കുറ്റബോധത്തിലും
അനാവശ്യമായ കുറ്റം വിധിയിലും തളച്ചിടുന്നു. നമുക്ക് അറിയാം, സത്യത്തിലെ പരിശുദ്ധാത്മാവും നമുക്ക് എന്ത് തരുന്നുണ്ട്? പരിശുദ്ധാത്മാവും നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. നമുക്കൊരു വാക്യം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് തന്നെ ആ കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോ ഒരു പാപബോധം തരുന്നതാണ് പരിശുദ്ധാത്മാവ് കേട്ടോ. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധമാണ് തരുന്നത്, അല്ലാതെ പാപത്തെക്കുറിച്ച് പിശാച് തരുന്നത് പോലെ ഒരു കുറ്റം വിധി എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് നീ രക്ഷയില്ല എന്നുള്ള നിലയിൽ നമ്മളെ ആ നിലയിൽ ഒരു കണ്ടംനേഷനിലേക്ക് നമ്മളെ വലിച്ചഴിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പോവുകയില്ല. രണ്ടുപേര് നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ആരൊക്കെയാ അത്? ഒന്ന് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരും. പക്ഷെ പിശാചും നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. പക്ഷെ പിശാച് പാപബോധമല്ല തരുന്നത്, കുറ്റം വിധിയാണ് തരുന്നത്. രണ്ടും വ്യത്യസ്തമാണ്. പരിശുദ്ധാത്മാവും പിശാചും രണ്ടുപേരും നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിലൊരു പ്രതീക്ഷയുണ്ട്. അത് നമ്മളെ ദൈവത്തിങ്കിലേക്ക് നടത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എന്നാൽ പിശാച് നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ കുറ്റത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. ഒരു ദൈവകൃത്യൻ പിശാചിന്റെയും പരിശുദ്ധാത്മാവിന്റെയും വാക്കുകൾ തമ്മിലുള്ള 3 വ്യത്യാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ വരുന്ന ആ നിലയിലുള്ള നമ്മളെക്കുറിച്ച് തന്നെയുള്ള കുറ്റബോധം അത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ പിശാചിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ ഈ കാര്യം മനസ്സിലാക്കുന്നത് നമ്മളെ സഹായിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് 3 കാര്യങ്ങൾ, 3 വ്യത്യാസങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ടുപേരും നമ്മളോട് നമ്മുടെ പാപത്തെക്കുറിച്ച് സംസാരിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും, പിശാച് സംസാരിക്കും. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവാണ് നമ്മളോട് നമുക്ക് പാപബോധം തരുന്നതെങ്കിൽ ആ പാപബോധത്തോട് ചേർന്ന് നമുക്കൊരു പ്രോത്സാഹനം തരും. എന്താ പ്രോത്സാഹനം? മകനെ, മകളെ, നിനക്കത് തെറ്റുപറ്റി, അത് തെറ്റാണ്, തീർച്ചയായിട്ടും അതിനെ ന്യായീകരിക്കണ്ട, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ആര് മരിച്ചിട്ടുണ്ട്? കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ രക്തം ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവിടുന്ന് നിന്നെ ശുദ്ധീകരിക്കും. അവിടെ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ 1 യോഹന്നാൻ 1:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക. പ്രത്യേകിച്ച് 1:9-ാമത്തെ വാക്യം. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്താൽ മതി? പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, മകനെ, മകളെ, നിനക്ക് തെറ്റുപറ്റിയോ? അതിനെക്കുറിച്ച് അനുതപിക്കുക. ആ പാപം ഏറ്റുപറയുന്നു എങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരൊറ്റ വ്യവസ്ഥയാണുള്ളത്. എന്താ? നമ്മൾ പാപം ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. പാപം ഏറ്റുപറയുന്നു എങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തരും. ആ പാപബോധം എപ്പോഴും ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ പ്രോത്സാഹജനകമായിരിക്കും. അതേസമയം പിശാച് തരുന്ന പാപബോധമോ? പിശാച് പാപബോധമല്ല തരുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ കുറ്റബോധമാ തരുന്നത്. ആ കുറ്റബോധം എന്ന് പറഞ്ഞാൽ കുറ്റം വിധിയാ തരുന്നത്. ആ കുറ്റം വിധിയിൽ എന്തില്ല? പ്രോത്സാഹനമില്ല. നിനക്ക് നീ രക്ഷയില്ല, നീ ആ പാപം ചെയ്തു, നിനക്ക് നീ രക്ഷയില്ല, നീ സത്യത്തിന്റെ പരിജ്ഞാനമൊക്കെ പ്രാപിച്ച ശേഷമാണ് പിന്നെ പോയി പാപം ചെയ്തത്, നിനക്ക് നീ എന്തില്ല, ഒരു സാധ്യതയുമില്ല, നിന്റെ മുമ്പിൽ വാതിലടഞ്ഞു എന്ന് പറഞ്ഞ് പിശാചിന്റെ കുറ്റം വിധിയിൽ
ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലരുത് എന്നുള്ള നിലയിലാണ് അവൻ പെരുമാറുന്നത്. ഈ വ്യത്യാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഇത് നമ്മളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വരമാണോ പിശാചിന്റെ സ്വരമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. രണ്ടാമതൊരു കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളോട് നമ്മുടെ ഏതെങ്കിലും തെറ്റിനെ കാണിച്ചു തന്നാൽ അത് വളരെ കൃത്യതയോടെ പറയും. നീ നിന്റെ ജീവിത പങ്കാളിയോട് ആ പറഞ്ഞത് ശരിയായില്ല, അത്രയും ശബ്ദം ഉയർത്തി അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്, വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ നീ പെരുമാറിയത് ഇന്ന നിലയിൽ ഇന്ന കാര്യത്തിൽ നിനക്ക് തെറ്റുവന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും വളരെ കൃത്യതയോടെ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയതെന്ന് ഓർപ്പിക്കും. എന്നാൽ പിശാച് പലപ്പോഴും അങ്ങനെ ഒരു കൃത്യത പലപ്പോഴും കാണിക്കുകയില്ല. പിശാച് എപ്പോഴും ഒരു മൂടൽമഞ്ഞ് പോലെ നേരം വെളുത്ത് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇന്നൊന്നും ശരിയാകുകയില്ല, എനിക്ക് ഏതാണ്ടോ കുഴപ്പമുണ്ട്. എന്തുവാ സഹോദര കുഴപ്പം? എന്തുവാ അതറിഞ്ഞൂടാ, ഏതാണ്ടോ കുഴപ്പമുണ്ട് കേട്ടോ. അത് പിശാചിൽ നിന്നാണ്. പരിശുദ്ധാത്മാവാണെങ്കിൽ ഇന്നതാണ് നിന്റെ കുഴപ്പമെന്ന് പറയും. അതേസമയം പിശാച് നിനക്ക് രക്ഷയില്ല, ശരിയാകുന്നില്ല. രാവിലെ എണ്ണീക്കുമ്പോ ദൈവം എന്നെ കൈവിട്ടു, ഉച്ചയാകുമ്പോ ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവിന്റെ എനിക്ക് ആ നിലയിൽ ഒരു ഉണർത്തലും ഒന്നുമില്ല, എൻ്റെ കാര്യം പോക്കാം. വൈകുന്നേരം ആകുമ്പോഴോ ഇനി എന്താ എൻ്റെ ജീവിതം, എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നമ്മൾ ചോദിക്കുക, സോര എന്താ കുഴപ്പം? അതല്ല എല്ലാം കുഴപ്പമാണ്. എല്ലാം കുഴപ്പമെന്ന് പറയാതെ എന്താ പ്രശ്നമെന്ന് പറ. അത് പറയാനൊക്കെ അത് അങ്ങനെയുള്ള പൊതുവായി കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ രാവിലെ എണ്ണീക്കുമ്പോൾ അങ്ങ് മൂടൽമഞ്ഞ, നമുക്കൊന്നും വ്യക്തതയോടെ കാണാനൊക്കുന്നില്ല എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയൊരു കുറ്റം വിധി, അതിനൊരു ഇന്നത് നീ ചെയ്തു എന്ന് പിൻ പോയിന്റ് ചെയ്യാതെ നമ്മളോട് അങ്ങനെ നമ്മളെ നിനക്കിനി രക്ഷയില്ല എന്ന് പറയുന്നത് ആരിൽ നിന്നുള്ള സ്വരമാണ്? പിശാചിൽ നിന്നുള്ള സ്വരമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയും. മൂന്നാമത് മറ്റൊരു കാര്യം പറഞ്ഞാൽ എന്താ, നമ്മൾ ഏറ്റുപറഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? ആ പാപം നമ്മളോട് ക്ഷമിച്ചു കഴിഞ്ഞു കണ്ടോ. നമ്മൾ 1 യോഹന്നാൻ 1:9 നമ്മളോട് ആകെ പറയുന്നത് എന്താ? നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ, അല്ലാതെ വേറൊരു വ്യവസ്ഥ അവിടെ പറയുന്നില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ആ തെറ്റ് ഏറ്റെടുത്ത് കർത്താവേ എനിക്ക് തെറ്റ് പറ്റിയെന്ന് ഏറ്റുപറയുന്നു എങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. അങ്ങനെ നമ്മൾ പാപക്ഷമ പ്രാപിച്ച പല കാര്യങ്ങളും പിശാച് പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. അത് പിശാചിൽ നിന്നാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് അത് മറക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് വായിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 43:25 വാക്യം, അവിടുന്ന് നമ്മുടെ പാപങ്ങളെ മായ്ച്ചത് കളയും എന്ന് പറഞ്ഞിട്ട് ആ വാക്യം എബ്രായ ലേഖനത്തിൽ 2 ഇടത്ത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. 2 ഇടത്തും എന്താ പറയുന്നത്? ഏറ്റുപറഞ്ഞ പാപങ്ങളെ ദൈവം ക്ഷമിക്കുക മാത്രമല്ല അവ മറക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾ പിന്നെ അവിടുന്ന് നമ്മളോട് ചോദിക്കുന്നില്ല, നമുക്കെതിരെ പിടിക്കുന്നില്ല. എന്നാൽ പിശാച് നമ്മള് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചത്, പഴയ കാലം കർത്താവ് ക്ഷമിച്ചത്, ഇതെല്ലാം അവൻ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മള് സദൃശ്യവാക്യത്തില് 27-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നല്ലോ. അവളെന്താ? ഒരു നാഗിങ് വൈഫ്, ഇങ്ങനെ ഭർത്താവിനെ അലട്ടുന്ന ഒരു സ്ത്രീ. പെരുമഴയുള്ള ദിവസത്തിലെ ചോർച്ച പോലെ, രാവിലെ എണീക്കുമ്പോൾ ഒരു കാര്യം പറയുന്നു, അരമണിക്കൂർ കഴിയും പിന്നെയും പറയുന്നു. എന്തുവാ ഈ പറയുന്നത്? ഒരു വ്യക്തതയൊന്നുമില്ല. ഇങ്ങനെ അലശണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പെരുമഴയുള്ള ദിവസത്തിലെ ചോർച്ച പോലെയാണ് കലഹക്കാരിയായ സ്ത്രീ എന്നാണ് ശലോമോൻ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പിശാചിന്റെ ഇടപാട്. അവൻ എന്തോ ചെയ്യും? അവൻ ഇങ്ങനെ
ഏതാണ്ടൊക്കെ കുഴപ്പമുണ്ട്, എന്നാൽ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ നേരത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളും അതിൻ്റെ ഓർമ്മ പിന്നെയും കൊണ്ടുവരും. കേട്ടോ, നിനക്ക് ഈ 10 കൊല്ലം മുമ്പ് അങ്ങനെ ഉണ്ടായി, 15 കൊല്ലം മുമ്പ് ഇങ്ങനെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രീതിയാണെങ്കിൽ അത് പിശാചിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തെയും പിശാചിൻ്റെ സ്വരത്തെയും നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണെങ്കിൽ നമ്മൾ അതിനെ സ്വീകരിച്ച് അതിന് ക്രമീകരണം വരുത്തണം. അതേസമയം പിശാചിൻ്റെ സ്വരമാണെങ്കിൽ ആ പിശാചിൻ്റെ സ്വരം തിരിച്ചറിയാനുള്ള 3 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിശാചിൻ്റെ സ്വരമാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളത് ഏറ്റെടുക്കണ്ട, നമ്മളതിനെ തള്ളിക്കളഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഒരു വ്യക്തതയില്ലാതെ പലരും പിശാചിൻ്റെ അലട്ടുന്ന സ്വരം പിന്നെയും ഹൃദയത്തിൽ സ്വീകരിച്ച് തങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും, നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നടത്താൻ നമുക്ക് കഴിയില്ല. മാത്രമല്ല, നമുക്ക് ക്രിസ്തീയതയ്ക്ക് ഒരു നിഷേധാത്മകമായ മാതൃകയായി നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് പിശാചിന്റെ സ്വരത്തെ നമ്മൾ കൈക്കൊള്ളണ്ട. നമ്മൾ എന്ത് മതി? പരിശുദ്ധാത്മാവിന്റെ പാപബോധത്തെ സ്വീകരിച്ചാൽ മതി. 2 വാക്കുകളാണ് നമ്മൾ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് തരുന്നത് പാപബോധം, പിശാച് തരുന്നത് കുറ്റം വിധി. ഈ പിശാചിനെ കുറിച്ച് നമുക്ക് അറിയാം, പല കാര്യങ്ങളും നമുക്കറിയാം. അവൻ എന്താ? ഒരു നാണമില്ലാത്തവൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ പറയല്ലേ, നമ്മള് ഒരു നാണവും മാനവും ഇല്ല എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു കാര്യത്തിൽ നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളത് സ്വീകരിച്ചില്ല. ഓ പിശാചേ, ഇത് നിന്നിൽ നിന്നാ, ഞാൻ ഇത് എടുക്കുകയില്ലെന്ന് നമ്മൾ പറഞ്ഞെന്നിരിക്കട്ടെ. പിന്നെ മാനമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് വരുമോ? ഇല്ല, വരികയില്ല. പക്ഷെ പിശാചിന് എന്തില്ല? മാനബോധമില്ല. അവൻ പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേ ചിന്തകൾ കൊണ്ടുവന്നെന്നിരിക്കാം. അവൻ എങ്ങനെങ്കിലും നമ്മളെ അലട്ടണമെന്നേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. അവന് കഴിയുന്ന സന്ദർഭങ്ങളിലെല്ലാം നമുക്കെതിരെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരും. നമ്മളോട് മാത്രമല്ല, ദൈവത്തിന്റെ അടുത്തും ചെന്ന് നമ്മളെ കുറിച്ച് കുറ്റം പറയും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ആ കാര്യമാണ് കാണുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ പിശാച് ചെന്ന് ദൈവത്തോട് ഇയ്യോബിനെ കുറിച്ച് കുറ്റം പറയുന്നു. അപ്പോ അങ്ങനെ ദൈവത്തോട് ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനുമായ ഒരുവനെ കുറിച്ച് കുറ്റം പറയാൻ അവന് മടിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ വന്നിട്ട് ഇയ്യോബിന്റെ ഹൃദയത്തിലും വന്നിട്ട് പറയും, ഇയ്യോബേ, നിനക്ക് ഇനി രക്ഷയില്ല, കണ്ടോ, ഇതെല്ലാം സംഭവിച്ചത് നിന്റെ പാവം കൊണ്ടാ എന്ന് പറയും. അതിനവന് മടിയില്ല. ഞാൻ ഈ പറയുന്നത്, ഈ പിശാച് എങ്ങനെയും നമ്മുടെ സന്തോഷം കെടുത്തി കളയാനായിട്ട് അവൻ ശ്രമിക്കുന്നവനാണ് എന്ന് മാത്രമല്ല, അവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം നോക്കുക. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകും. കേട്ടോ, ഭോഷ്കിന്റെ ഉപജ്ഞാതാവാണത് അവൻ എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ ഭോഷ്ക് പറയുന്നവനാണ്. നല്ല നിലയിൽ ഭോഷ്ക് പറയണമെങ്കിൽ ഇത്തിരി വൈദഗ്ധ്യം വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നട്ടാ കുരുക്കാത്ത ഒരു കള്ളം പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ വേഗം അത് തിരിച്ചറിയും. അതേസമയം നല്ല മിടുക്കന്മാരായ ഭോഷ്ക് പറയുന്നവരെന്തോ ചെയ്യും? ഒരു സത്യത്തോട് ചേർത്താണ് അതിനെ പറയുന്നത്. സത്യത്തോട് ചേർത്ത് സത്യം പറയും, അതിൻ്റെ കൂടെ അതിനോട് ചേർത്ത് ഭോഷ്കൂടെ പറയും. അങ്ങനെയാണ് വളരെ സമർത്ഥമായിട്ട് ആ ഭോഷ്ക് പറഞ്ഞ് ഫലിപ്പിക്കും. നമുക്കും തോന്നും അതിൻ്റെ അകത്ത് സത്യത്തിന്റെ ചില അംശം ഉള്ളത് കൊണ്ട്
ഇവൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങ് സ്വീകരിക്കും. അത്ര മിടുക്കനാണ്. അതുകൊണ്ടാണ് അവനെ കുറിച്ച് കർത്താവ് പറഞ്ഞ അവൻ ഭോഷ്കിന്റെ അപ്പനുമാകുന്നു. നോക്ക്, ഇയ്യോബിനെ കുറിച്ച് ദൈവസന്നിധി ചെന്ന് പറഞ്ഞതിന്റെ അകത്ത് ചില സത്യങ്ങളില്ലേ? 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. പിശാച് സാത്താൻ ചെന്ന് അവനോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. ഈ പറഞ്ഞതിൻ്റെ അകത്ത് ചില സത്യങ്ങളുണ്ട്. എന്തോ സത്യം? ദൈവം അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ആ സത്യം അവൻ പറഞ്ഞു. എന്നിട്ട് ആ സത്യത്തോട് ചേർത്ത് ഭോഷ് കൂടെ പറഞ്ഞു, അതെന്താ? നീ അതൊന്ന് തൊട്ടാൽ അവന് നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. അതുകൊണ്ടാണ് നീ വേലി കെട്ടിയിട്ടുള്ളത് കൊണ്ടും നീ അവനെ സംരക്ഷിക്കുന്നത് കൊണ്ടുമാണ് അവന് ഭക്തനായിരിക്കുന്നത് എന്ന് അതിനോട് ചേർത്ത് ചില ഭോഷ് കൂടെ പറഞ്ഞു. കേട്ടോ, സമർത്ഥമായിട്ട് കള്ളം പറയുന്ന ആളുകൾ ഇങ്ങനെ സത്യത്തോട് ചേർത്ത് അതിനെ പറയുമ്പോൾ ഇത് മുഴുവൻ സത്യമാണെന്ന് സ്വീകരിക്കും. നമ്മുടെ മനസ്സിലും പിശാച് നമ്മളോട് പറയുക, നീ അന്ന് ഇത്രാം തീയതി ഇന്ന പോലെ ഒരു കാര്യം ചെയ്തില്ലേ? നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാ, അന്ന് അങ്ങനെ ചെയ്തു. എന്നിട്ട് അതിനോട് ചേർത്ത് പറയും, ഇനിയും നിനക്ക് രക്ഷയില്ല, നീ ഇത് പലവട്ടം ചെയ്തു, അതുകൊണ്ട് ദൈവം നിന്നെ കൈവിട്ടു. അപ്പോൾ ഇത്രാം തീയതി ചെയ്തു എന്നുള്ളത് സത്യമായതുകൊണ്ട് അതിനോട് ചേർത്ത് അവൻ പറഞ്ഞ മറ്റേ കാര്യവും കൂടെ നമ്മൾ എന്തായിട്ട് എടുക്കും? ഉള്ളതാണെന്ന് നമ്മളൊക്കെ ഹൃദയത്തിൽ വിശ്വസിച്ചു പോകും. ഇങ്ങനെയാണ് അവൻ സമർത്ഥമായിട്ട് ഭോഷ്കിന്റെ പിതാവുമായിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, അവൻ സമർത്ഥനായ ഒരാളാണ്. ഞാൻ ഈ സന്ധ്യയിലെ പിശാചിനെ ഒത്തിരി ഗ്ലോറിഫൈ ചെയ്യാനല്ല ഇത് പറയുന്നത്. പക്ഷേ നമ്മുടെ ശത്രു അവന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലേ നമുക്ക് അവന്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെയുള്ളൂ. വെളിപ്പാട് പുസ്തകം 12:10 നമ്മളത് കാണുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി, അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പം കേട്ടോ, അവനൊരു നാണമില്ല. ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, അവിടുന്ന് അവനെ ഓടിച്ചു വിട്ടു. പക്ഷെ പിന്നെ അവൻ അവിടെ ചെല്ലും. നമ്മുടെ ഹൃദയത്തിൽ രാവിലെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞു, അവനെ ഓടിച്ചു വിട്ടു. പിശാചേ പോ, നിനക്ക് എൻ്റെ മേലെ ഒരു അധികാരവും ഇല്ല എന്ന് നമ്മൾ ധൈര്യത്തോടെ പറഞ്ഞു. പക്ഷേ രാവിലെ മാത്രമല്ല, രാത്രിയിലും പകലും എല്ലാം അവൻ കുറ്റം ചുമത്താൻ അങ്ങനെ ചെയ്യുന്ന ഒരു അപവാദിയാണ്, സ്ലാൻഡറർ ആണവൻ. അങ്ങനെയുള്ളവനാണ്. കണ്ടോ, ഞാനിത് പറഞ്ഞത് അവന്റെ പ്രവർത്തന വിധത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ എന്ത് ചെയ്യും? ദൈവം നമ്മളോട് ക്ഷമിച്ച, മറന്ന, നമ്മളെ കഴുകിയ പാപങ്ങൾ പോലും, നമ്മളെ ശുദ്ധീകരിച്ച പാപങ്ങളുടെ പഴയ ഓർമ്മകൾ പോലും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നമ്മുടെ ധൈര്യം കെടുത്താൻ അവൻ രാപ്പകൽ ആ കുറ്റം വിധിയുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. പ്രത്യേകിച്ചും വളരെ ഒരു ചില പ്രകൃതങ്ങളുള്ള, ഇൻട്രോവർട്ടായ പ്രകൃതമൊക്കെ ഉള്ള ചില ആളുകളോട് ഈ നിലയിൽ കുറ്റബോധങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ പലരും അതിനകത്ത് അങ്ങ് അടിപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. ഞാൻ ഇന്ന് ആ സംസാരിച്ച സഹോദരന്റെ ജീവിതത്തെ അടുത്ത് നിന്ന് കണ്ടതിൽ നിന്നാണ് ഈ കാര്യത്തിൽ എനിക്കുള്ള ഒരു ഭാരം. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാര്, സഹോദരിമാര്, ചില തെറ്റുകൾ നമുക്ക് വന്നു, ഓക്കെ. പക്ഷെ 1 യോഹന്നാൻ 1:9 പറയുന്നത് എന്താ? പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, പാപം ചെയ്യാൻ ഒരു ലൈസൻസ് ആയിട്ടല്ല ഞാൻ ഈ വാക്യം ഉദ്ധരിക്കുന്നത്, മറിച്ച് നമ്മളൊരു കുറ്റം വിധി, പിശാചിന്റെ കുറ്റം വിധിക്ക് നമ്മൾ ഇരയായി പോകരുത്. നമ്മൾ അവനെതിരെ ജാഗ്രതയോടെ നിൽക്കണം. ഈ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആട്ടെ, നമുക്ക് വളരെ വേഗത്തിൽ ഈ പിശാചിന്റെ കുറ്റം വിധിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പാപക്ഷമയുടെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറഞ്ഞാൽ ദൈവം അത് ക്ഷമിക്കും എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ
ആ പാപക്ഷമയുടെ അടിസ്ഥാനം എന്താ? എന്തിന്റെ അടിസ്ഥാനത്തിലാ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്? കാൽവരി ക്രൂശിൽ നമുക്ക് പകരമായിട്ട് യേശു മരിച്ചു, അവിടെ അതിന് പ്രതിവിധി വരുത്തി. എന്നാൽ നമ്മൾ ഏറ്റു പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ദൈവം അത് ക്ഷമിക്കുന്നത്? 1 യോഹന്നാൻ 1:9 നമുക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ കാണുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കണ്ടോ, ദൈവത്തിന്റെ നീതിയുടെയും വിശ്വസ്തതയുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ക്ഷമ കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തിന്റെ കരുണയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ക്ഷമ കിട്ടുന്നത് എന്നാണ്. ശരിയാണ്, ദൈവത്തിന്റെ കരുണയുണ്ട്, തീർച്ചയായിട്ടും കരുണയെ നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഒരു മകൾ അവള് അല്ലെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ ചെന്ന് പാപം ഏറ്റു പറയുമ്പോൾ ദൈവം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷമിക്കുന്നത്? താൻ നീതിമാനായതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്. എന്ന് വെച്ചാൽ പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവം ഒരു വഴി വെച്ചിട്ടുണ്ട്. ആ വഴി എന്താ? അവൻ വന്ന് അത് ഏറ്റെടുത്ത് അത് ഏറ്റു പറഞ്ഞാൽ മതി. ഏറ്റു പറഞ്ഞാൽ ദൈവം എന്തോ ചെയ്യും? ക്ഷമിക്കും. കാരണം ദൈവത്തിന്റെ നീതി ആ നിലയിലാണ്, ദൈവത്തിന്റെ വിശ്വസ്തത ആ നിലയിലാണ്. അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട വ്യവസ്ഥ നാം ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ദൈവം അത് ക്ഷമിച്ചു. അല്ലാതെ കരുണയുടെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഞാൻ ഈ പാപം തന്നെ കഴിഞ്ഞ ദിവസവും ചെയ്തു, ഇന്നും ചെയ്തു, ഇങ്ങനെ അടുപ്പിച്ചു വന്നുകൊണ്ട് ദൈവം അങ്ങനെ ക്ഷമിക്കാനൊക്കുമോ? പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ക്ഷമ നീതിയുടെ അടിസ്ഥാനത്തിലാണ്. നീതി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന രീതിയിൽ നീ പെരുമാറിയാൽ ഞാനത് ക്ഷമിച്ചിരിക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന് തന്റെ നീതി വിട്ടു പോകാനായിട്ട് ഒക്കുകയില്ല. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാനായിട്ട് കഴിയുകയില്ല. നാം ഏറ്റു പറയുന്നു എങ്കിൽ ഒരൊറ്റ കണ്ടീഷനാണ്, ഒറ്റ വ്യവസ്ഥയാണ്. സഹോദര, നീ അത് ഏറ്റു പറഞ്ഞെങ്കിൽ, സഹോദരി, നീ അത് ദൈവസന്നിധിയിൽ സമ്മതിച്ചെങ്കിൽ ദൈവം അത് ക്ഷമിക്കാൻ തക്കവണ്ണം അവിടുന്ന് നീതിമാനാണ്. നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം പാപം ക്ഷമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആവർത്തിച്ച് വന്ന പാപമാണെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് ദൈവത്തിന്റെ ക്ഷമ കിട്ടി എന്ന് ഉറപ്പാക്കാം. കാരണം അവിടുന്ന് നീതിയുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ക്ഷമിക്കുന്നത്. ഈ കാര്യം നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. ഞാൻ വേറൊരു കാര്യം അതിനെ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പാപത്തിന് പരിഹാരം എന്താ? അതിന് വസ്തുനിഷ്ഠമായ നിലയിലും വ്യക്തിനിഷ്ഠമായ നിലയിലും ഒരു പരിഹാരം ഉണ്ടായി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. രണ്ട് വലിയ വാക്കാ ഞാൻ പറഞ്ഞു, വസ്തുനിഷ്ഠം, വ്യക്തിനിഷ്ഠം. എന്തായത്? ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് നമുക്കിപ്പം ഈ പഞ്ചായത്തിലുള്ളവർക്കെല്ലാം, ഈ പഞ്ചായത്തിലെ അംഗങ്ങൾക്കെല്ലാം കോവിഡ് വാക്സിൻ സൗജന്യമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നാളെ ലഭിക്കും എന്നൊരു മൈക്ക് അനൗൺസ്മെന്റ് കേൾക്കുന്നു. പഞ്ചായത്തിന്റെ അധികൃതരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം നമ്മൾ ഈ പഞ്ചായത്തിലുള്ള ആളാണ്. നമുക്ക് കോവിഡ് വാക്സിൻ കിട്ടാനായിട്ടുള്ള ക്രമീകരണം എന്താ? പഞ്ചായത്ത് അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അവിടെ ചെന്നാൽ മതി. നമ്മൾ ഈ പഞ്ചായത്തിലുള്ള ആളാണ്. നമുക്കതിൻ്റെ പരിഹാരം, കോവിഡ് വാക്സിനുള്ള പരിഹാരം അവിടെ ചെയ്തിട്ടുണ്ട്. അത് വസ്തുനിഷ്ഠമായിട്ട് ഉള്ള പരിഹാരമാണ്. പക്ഷേ ആ വസ്തുനിഷ്ഠമായ പരിഹാരം നമ്മൾ വ്യക്തിപരമായ നിലയിൽ അതിനെ ഏറ്റെടുക്കണം. നമ്മൾ അതിനെ വ്യക്തിനിഷ്ഠമാക്കണം. നമ്മളെങ്ങനെ അതിനെ വ്യക്തിനിഷ്ഠമാക്കുന്നത്? ഇങ്ങനെ പഞ്ചായത്തിൽ ഇങ്ങനെ വാക്സിൻ എടുക്കുന്നുണ്ട് എന്നുള്ള വസ്തുനിഷ്ഠമായ ആ പ്രതിവിധി അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ പിറ്റേന്ന് അവിടെ പോയി, നമ്മൾ അവിടെ ചെന്ന് നമ്മൾ തന്നെ കയ്യിൽ അത് സ്വീകരിക്കുമ്പോഴേ നമുക്കത് പ്രയോജനമാവുകയും, അപ്പോഴാണ് അത് വ്യക്തിനിഷ്ഠമാകുന്നത്. വസ്തുനിഷ്ഠം എന്നതിൻ്റെ ചിലർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അത്ര മനസ്സിലാവുകയില്ല. അതുകൊണ്ട് വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റീവ് എന്നും വ്യക്തിനിഷ്ഠം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് എന്നും.
കണ്ടോ, ദൈവം നമുക്ക് നമ്മളെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ യേശുവിന്റെ രക്തം എന്ത് ചെയ്യും? സകല പാപവും പോക്കി നമ്മളോട് ക്ഷമിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ മുമ്പേ വായിച്ച ആ വാക്യത്തെ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ ചേർത്ത് വായിച്ചു നോക്കുക. ഞാൻ വീണ്ടും അതൊന്ന് വായിക്കാം. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസാന്നിധ്യത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിക്കും. കണ്ടോ, 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് കുഞ്ഞാടിൻ്റെ രക്തം. ഈ കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിനുള്ള വസ്തുനിഷ്ഠമായ പ്രതിവിധിയാണ്. എന്നാൽ ഈ സാക്ഷ്യവചനം എന്ന് പറഞ്ഞാലോ, സാക്ഷ്യവചനം എന്ന് പറയുമ്പോൾ നമ്മൾ സഭയിൽ എണ്ണിട്ട് പറയുന്ന സാക്ഷ്യമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ദൈവഭൃത്യൻ്റെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്, ടോക്കിംഗ് ബാക്ക് ടു സൈറ്റൻ. സാത്താനോട് തിരിച്ചു പറയുക, സാത്താനോട് തിരിച്ചു പറയുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തെറ്റ് പറ്റിയാൽ അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും. പിശാചിനെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ ഒക്കുന്നത്? ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ, പിതാവ് കാൽവരി ക്രൂശിലെ ആ രക്തം കാണുമ്പോൾ പിതാവിന് തൃപ്തിയായി, അവിടുന്ന് പാപം ക്ഷമിക്കും. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കള് അവര് കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാലിന്മേൽ പുരട്ടിയിട്ട് അവർ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ സംഹാരദൂതൻ അതിലേക്ക് കടന്നു പോകുമ്പോൾ ആ കട്ടിളക്കാലിൽ പുറത്ത് പുരട്ടിയിട്ടുള്ള ആ രക്തം കണ്ടു കഴിയുമ്പോൾ സംഹാരദൂതന് തൃപ്തിയായി. ആ സംഹാരദൂതൻ ആ വീട് കടന്നു പോകും. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം യേശുവിൻ്റെ രക്തത്തെ കണ്ട് നമ്മളോട് ക്ഷമിക്കുന്നു. എന്നാൽ ആ വസ്തുനിഷ്ഠമായ പരിഹാരത്തെ നമ്മൾ വ്യക്തിനിഷ്ഠമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ അതിനൊരു ബോധ്യം വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇതാ നമുക്ക് വ്യക്തിപരമായിട്ട് ഈ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നാണ് റോമർ 8:2 പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഈ പാപം കർത്താവ് എനിക്ക് ക്ഷമിച്ചു തന്നു എന്നൊരു സ്വാതന്ത്ര്യം കിട്ടാൻ നമ്മുടെ ജീവന്റെ ആത്മാവ്, അവിടെ കണ്ടോ, ജീവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ആ ജീവൻ നൽകുന്ന ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മുടെ ആത്മാവിൽ നമ്മൾ ചെന്ന് കർത്താവ്, അവിടെയുള്ള കർത്താവ് നമുക്ക് മകനെ നിന്റെ അത് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നൊരു ബോധ്യം വ്യക്തിപരമായിട്ട് നമുക്ക് തരും. ഇതാണ് നമുക്ക് തരുന്ന ആ സ്വാതന്ത്ര്യം. ഇത് നമ്മൾ പ്രാപിച്ചാലേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? വ്യക്തിനിഷ്ഠമായ ഒരു ഉറപ്പ്, സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കും. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ പിശാച് പലപ്പോഴും നമ്മളെ കുറ്റവിധിയിൽ തള്ളിയിടുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കുക. ഒന്നാമത് ഓർക്കേണ്ടത് പാപക്ഷമയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ നീതിയിലാണ്. ദൈവം നീതിമാനായതുകൊണ്ട് ഞാൻ ആ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവത്തിന് ക്ഷമിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. 2, നമ്മുടെ പാപത്തിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് പിശാചിനെ ജയിക്കാൻ ഒക്കുന്നത്? കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി. കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത് പാപത്തിനുള്ള വസ്തുനിഷ്ഠമായ പരിഹാരമാണ്. കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും. രണ്ടാമതെന്താ? വ്യക്തിനിഷ്ഠമായിട്ട്, നമ്മുടെ വ്യക്തിപരമായിട്ട്, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് പരിശുദ്ധാത്മാവിൽ നമുക്കൊരു ഉറപ്പ് കിട്ടും. ആ ഉറപ്പ് നമുക്ക് വ്യക്തിപരമായിട്ടൊരു സ്വാതന്ത്ര്യം നമുക്ക് തരും. അതിനെയാണ്, അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സാത്താനോട് തിരിച്ചു പറയാൻ കഴിയും. അതാണ് സാക്ഷ്യവചനം. ഈ 2 കാര്യങ്ങളാലാണ് നമുക്ക് പിശാചിനെ ജയിക്കാനുള്ളത്. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ കരുതട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ
കുഞ്ഞാടിന്റെ രക്തം കണ്ടു കഴിയുമ്പോൾ സ്വർഗത്തിന് തൃപ്തിയായി, സ്വർഗം അത് ക്ഷമിച്ചു. പക്ഷെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ നമുക്ക് ആ ഒരു ബോധ്യം കർത്താവ് നമുക്ക് തരും. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അങ്ങനെ ആ ബോധ്യം പ്രാപിച്ചിട്ട് നമ്മൾ പിശാചിനോട് തിരിച്ചു പറയണം, പിശാചി, ദൈവം എന്നോട് ക്ഷമിച്ചു, നീ ഇനിയും ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞ് അവനെ അകറ്റി നിർത്തണം. അല്ലാതെ അവൻ്റെ കുറ്റം വിധിക്ക് നമ്മൾ വഴങ്ങി കൊടുക്കരുത്. അങ്ങനെ വഴങ്ങി കൊടുക്കുന്നത് എന്തോ താഴ്മയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. എതിർത്ത് നിൽക്കണം. ഇതൊരു പ്രായോഗികമായ ജീവിതത്തിൽ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ അതിൻ്റെ തലനാരിഴ കയറി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും ദൈവത്തോടുള്ള പ്രാഗൽഭ്യവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മളൊരു ഇതിനൊരു നിഷേധാത്മകമായ മാതൃകയായി പോകാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന ഹേതുവായും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിശാചിനെ ജയിക്കാനായിട്ട് കഴിയും. ആട്ടെ, നമ്മൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞ പാപങ്ങളെ എന്താ ദൈവം ചെയ്യുന്നത്? അതുകൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഇങ്ങനെ നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങളെ ദൈവം എന്തോ ചെയ്യും? നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 103-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കും. നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ദൈവം എന്ത് ചെയ്യും? കിഴക്കിനെ പടിഞ്ഞാറിൽ നിന്ന് എത്രത്തോളം അകറ്റി, അല്ലെങ്കിൽ ഉദയം അസ്തമയത്തോട് എത്ര അകന്നിരിക്കുന്നു അത്രത്തോളം നമ്മിൽ നിന്ന് അതിനെ അകറ്റിക്കളയും. അല്ലാതെ നമ്മൾ പണ്ട് ചെയ്ത ഒരു പാപത്തിൻ്റെ കണക്ക് ദൈവം സൂക്ഷിക്കുകയില്ല. ദൈവം അത് അകറ്റിക്കളയും. യെശയ്യാവ് 43:25 നമ്മൾ മുമ്പേ പറഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയും, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. ഈ വാക്യമാണ് എബ്രായ ലേഖനത്തിൽ 8-ലും 10-ലും പിന്നീട് എടുത്ത് ഉദ്ധരിക്കുന്നത്. അപ്പം കണ്ടോ, പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല, അതിനെ മായിച്ചു കളയും. ഇവിടെ നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലൊരു വ്യത്യാസം നമ്മൾ ഓർക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് ദാവീദ് പറയുന്നത്. പാപം അവിടെ എന്തേ ചെയ്തിട്ടുള്ളൂ? പാപം കവർ ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ, മറയ്ക്കുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് മറയ്ക്കുകയല്ല, അത് മായ്ക്കുകയും ചെയ്യും. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്ത പാപം നമ്മൾ ഏറ്റുപറയുമ്പോൾ ദൈവം അത് മറച്ചാൽ നമുക്കൊരു സംശയം, ഇച്ചിരി കഴിയുമ്പോൾ ആ മറ മാറ്റിയാൽ അത് അവിടെ ഉണ്ടല്ലോ. പക്ഷേ പുതിയ നിയമത്തിൽ എന്താ? പുതിയ നിയമത്തിൽ അത് മറയ്ക്കുകയല്ല, അതെന്ത് ചെയ്യും? മായ്ക്കും. മായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മറയൊക്കെ മാറ്റിയാലും അതവിടെ കാണുന്നില്ല. നമുക്ക് പ്രിയപ്പെട്ടവരെ, അതിന് എന്നേക്കുമായ ഒരു പരിഹാരമാണ് വരുത്തുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു കറ അവിടെ ശേഷിക്കുന്നില്ല. മറ്റൊരു വാക്യം നോക്കുക, 1 യോഹന്നാൻ 4:17, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ മായിച്ച് നമുക്ക് ധൈര്യം, ന്യായവിധിയുടെ ദിവസത്തിൽ അല്ലെങ്കിൽ പിശാചി കൊണ്ടുവരുന്ന കുറ്റബോധത്തിൻ്റെ ഒക്കെ മുമ്പിൽ നമുക്കൊരു ധൈര്യം ഉണ്ടാകത്തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ച് ആ കാര്യത്തിന് ക്രമീകരണം വരുത്തിയെന്നാണ് ആ വാക്യം നമുക്ക് തരുന്ന ധൈര്യം. 2 കൊരിന്ത്യർ 5:21 കണ്ടോ? നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നമ്മൾ ദൈവത്തിൻ്റെ നീതിയാക്കി. യേശു താന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ദൈവത്തിൻ്റെ നീതിയായി. എന്തൊരു വലിയ കാര്യം! ദൈവത്തിൻ്റെ നീതിയായി. 1 കൊരിന്ത്യർ 1:30 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. കർത്താവ് തന്നെ നമ്മുടെ നീതിയാണ്, കർത്താവ് തന്നെ നമ്മുടെ ശുദ്ധീകരണമാണ്, കർത്താവ് തന്നെ നമ്മുടെ വീണ്ടെടുപ്പായി തീർന്നു. ഇതിൽ കവിഞ്ഞൊരു
ഉറപ്പ് നമുക്ക് തരാനുണ്ടോ? അതുകൊണ്ട് ദൈവം നിന്നെ നീതീകരിച്ചില്ല എന്ന് പിശാച് പറയുമ്പോൾ നമുക്ക് ഈ വാക്യം തിരിച്ചു പറയാം. പിശാച് 1 കൊരിന്ത്യർ 1:30 എനിക്ക് തരുന്ന ഉറപ്പ് കർത്താവ് എൻ്റെ പാപങ്ങളെ വായിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, അവിടുന്ന് തന്നെ എൻ്റെ നീതിയായി മാറിയിരിക്കുന്നു. അവിടുന്ന് തന്നെ എൻ്റെ ശുദ്ധീകരണമാണ്, അവിടുന്ന് തന്നെ എൻ്റെ വീണ്ടെടുപ്പാണ്. കണ്ടോ, ഇതിൽ കവിഞ്ഞെങ്ങനെയാണ് സ്വന്തം നമുക്കൊരു ഉറപ്പ് തരുന്നത്? എന്നിട്ടും നമ്മൾ മുഖം പാടിയവരായിട്ടാണോ ആയിരിക്കുന്നത്? പഴയ നിയമത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ട്. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. ആ വാക്യങ്ങൾ മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്ന് നോക്കുക. മീഖ 7-18-19 വാക്യങ്ങൾ. അവിടെ എന്താ പറയുന്നത്? നമ്മൾ നമ്മുടെ പാപങ്ങളെ കുറിച്ച് അനുഗമിച്ചാൽ അവിടുന്ന് അത് സമുദ്രത്തിന്റെ ആഴത്തിൽ എറിഞ്ഞു കളഞ്ഞു. സമുദ്രത്തിന്റെ ആഴത്തിൽ. ഞാനിത് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഓർത്തു പോകുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഒരു വിശ്വാസിയായ അപ്പച്ചനുണ്ടായിരുന്നു. ഈ വിശ്വാസിയായ അപ്പച്ചൻ എപ്പോഴും ദൈവമേ സ്തോത്രം സ്തോത്രം എന്ന് പറയും. അപ്പോൾ എല്ലാവരും അദ്ദേഹം ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ദൈവത്തെ അങ്ങ് സ്തുതിക്കുക. അദ്ദേഹം ഒരു വർത്തമാന പത്രം എടുത്ത് വായിച്ചാൽ അദ്ദേഹം അവിടെ ഇരുന്ന് സ്തോത്രം പറയുന്നത് ഉടനെ എല്ലാവരും കൂടെ പറയുക. എന്തിനാ ഈ വർത്തമാന പത്രം വായിക്കുമ്പോൾ സ്തോത്രം പറയുന്നു? വേണ്ടടാ, ദേണ്ട ഇവിടെ വണ്ടി പൊട്ടി വേണ്ട ഇത്ര പേര് മരിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റ് നടക്കുന്നതിന് ഇപ്പുറത്ത് വെച്ച് ഞാൻ ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുന്നത് എങ്ങനെ? അപ്പൊ അദ്ദേഹം കാണുന്ന എല്ലാ കാര്യത്തിലും പ്രൈസലോട് 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 എന്ന് അദ്ദേഹം പറയും. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എല്ലാം അങ്ങ് ആകെപ്പാടെ ഈ പ്രൈസലോട് അപ്പച്ചനെ കൊണ്ടങ്ങ് മടുത്തു. അപ്പൊ അവര് വിചാരിച്ചു ഇദ്ദേഹം എന്തോ ആണെങ്കിലും ഓരോന്ന് ആലോചിച്ച് പ്രൈസലോട് പ്രൈസലോട് പറയും. എന്നാൽ അദ്ദേഹം ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞു, അപ്പച്ചൻ കുറച്ചു നേരം പ്രൈസലോട് പറയാതിരിക്കാൻ ഞാനൊരു വിദ്യ കണ്ടിട്ടുണ്ട്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം ഇതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ അതെടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. വായിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, പിന്നെ ഉച്ചത്തിൽ പ്രൈസ് ദ ലോർഡ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ ഈ വീട്ടുകാരെല്ലാം ഓടി വന്നു, എടാ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം വായിക്കുമ്പോൾ എന്തിനാ പ്രൈസ് ദ ലോർഡ് പറഞ്ഞത്? ഉടനെ അപ്പച്ചൻ പറഞ്ഞു, കണ്ടോ ഇവിടെ ഈ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകത്തിൽ പസഫിക് സമുദ്രത്തെ കുറിച്ച് പറയും. എന്നിട്ട് പസഫിക് സമുദ്രത്തിന്റെ ആഴത്തെ കുറിച്ച് പറയും. 7 മൈൽ ആഴമുണ്ട് പസഫിക് സമുദ്രത്തിനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മീഖായുടെ പുസ്തകത്തിലെ ആ വാക്യം ഓർത്തുപോയി. എന്റെ പാപം, ഞാൻ ഏറ്റു പറഞ്ഞ പാപം എന്തോ ചെയ്തു? ദൈവം സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിന്റെ ആഴം എന്ന് വെച്ചാൽ 7 മൈൽ താഴെ കൊണ്ടുവന്നിട്ടു. അവിടുന്ന് ആർക്കെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ടുവരാനും അത് ഓർത്തപ്പോൾ ഞാൻ പ്രൈസിനോട് പറയാതിരിക്കുന്നത് എങ്ങനെ എന്ന് അപ്പച്ചൻ പറഞ്ഞു എന്നാണ് രസമുള്ള കഥ അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ പാപങ്ങളെ ഇനി ഒരിക്കലും സമുദ്രത്തിന്റെ ആഴത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരരുത് എന്ന് വിചാരിച്ച് 7 മൈലോ താഴ്ചയില് ദൈവം ആ സമുദ്രത്തിന്റെ അടിയിലിട്ടിരിക്കുകയാണ് എന്നാണ് മീഖ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്കൊരു കുറ്റം വിധി വേണ്ട. ദൈവം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായ കാര്യങ്ങളാണ്. നമ്മൾ അതിൽ ധൈര്യപ്പെടുക. പിശാച് കൊണ്ടുവരുന്ന നമ്മളെ അകറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക. ധൈര്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ മുമ്പിലുള്ള ഈ നാളുകളെ നമ്മൾ കഴിക്കുക. ഞാനിത് പറയുന്നത് ഇന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഒക്കെ ഒരു മഹാമാരിയിലൂടെ കടന്നു പോയി. മഹാമാരി മാത്രമല്ല, ഇന്നലെ മുതൽ ഒരു യുദ്ധത്തിന്റെ ശ്രുതികളും നമ്മൾ കാണുക, കേൾക്കുക. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ 9-ാമത്തെ വാക്യത്തില് 21-9 നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുമെന്ന് പറഞ്ഞു. 11-ാമത്തെ വാക്യത്തിൽ വന്നപ്പം മഹാവ്യാധികളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ 2 ലക്ഷണങ്ങള് ഇത് കാലാവസാനമാണ് എന്നുള്ളതിന് കർത്താവ് പറഞ്ഞ 2 ലക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ സജീവമായിട്ട് നിൽക്കുക. ഇതൊക്കെ കാണുകയും വായിക്കുകയും പത്രത്തിൽ ഇത് വായിക്കുകയും TV-യിൽ ഇതിന്റെ ന്യൂസുകൾ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ പലരുടെയും ഹൃദയങ്ങള് പലപ്പോഴും വിഷമിച്ചു പോകും. ഇതിന്റെ ഒക്കെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിലുള്ള ധൈര്യത്തോടെ ഉറപ്പോടെ എങ്ങനെ നിൽക്കാനൊക്കും?
ദൈവം എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഉള്ളിൽ ഒരു വലിയ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ധൈര്യത്തോടെ നിൽക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ലോക സംഭവങ്ങളെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുമ്പോൾ നമുക്ക് തന്നെ ദൈവത്തിൽ ഒരു ധൈര്യവും ഉറപ്പുമില്ലെങ്കിൽ നമ്മൾ എന്തായി പോകും? നമ്മുടെ സന്തോഷം പോയി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കൊണ്ടും ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലെ പിശാച് പലത് തോന്നലുകൾ കൊണ്ടുവന്ന്, ഇതൊരു അന്ത്യകാലഘട്ടമാണ്, കർത്താവിൻ്റെ വരവ് അടുത്തു, നിനക്ക് രക്ഷയൊന്നുമില്ല, നീ ചിലപ്പോൾ കൈവിടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു രക്ഷയുടെ ഉറപ്പിനെ അവൻ പിടിച്ചു കുലുക്കാൻ വന്നാൽ നമ്മൾ അതിൽ വീണു പോകരുത്, നമ്മൾ അതിൻ്റെ ഇരയായി പോകരുത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ കൊച്ചു കാര്യങ്ങളുടെ പേരിൽ ആളുകൾ വലിയ അതിക്രമങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും നടക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ്? മനുഷ്യരുടെ ഒക്കെ മനസ്സ് അങ്ങ് വളരെ ആശങ്കാഭരിതവും വളരെ ഒരു പ്രതീക്ഷയില്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പിശാചിനെയും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ സ്വസ്ഥത കളഞ്ഞ് നമ്മളെ ആ നിലയിൽ അടിപ്പെടുത്താൻ അവൻ ശ്രമിക്കും. അവൻ രാപ്പകൽ കുറ്റപ്പെടുത്തുന്ന അപവാദിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പല തോന്നലുകളായിട്ടും പല ചിന്തകളായിട്ടും പല ഓർമ്മകളായിട്ടും പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പറഞ്ഞു, രണ്ട് കൂട്ടരും നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് പാപബോധം തരും, പിശാച് കുറ്റം വിധി തരും. ഇതിനെ തിരിച്ചറിയാനുള്ള 3 മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം. കർത്താവ് നമുക്ക് തരുന്ന ആ പാപക്ഷമ എന്ന് പറയുന്നത് നീതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ രക്തത്താലും സാക്ഷ്യവചനത്താലും അവനോട് എതിർത്ത് നിൽക്കണം, അവനെ തോൽപ്പിക്കണം. നമ്മുടെ പാപങ്ങളെ ദൈവം എന്ത് ചെയ്തു കഴിഞ്ഞു? അതിനെ മായ്ച്ചു കളഞ്ഞു, അതിനെ ആഴിയുടെ ആഴത്തിലിട്ട് കളഞ്ഞു. ഈ വചനങ്ങളൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തണം. ഈ വചനങ്ങളൊക്കെയാണ് ശരി, അല്ലാതെ നമ്മുടെ തോന്നലുകളല്ല ശരി. ഈ ഒരു ബോധ്യത്തോടെ ധൈര്യത്തോടെ നമ്മുടെ എല്ലാവരും, ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും എല്ലാവരും ആ നിലയിൽ ഈ കാലഘട്ടത്തെ ധൈര്യത്തോടെ നേരിടാൻ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെട്ടു. ദൈവം നമ്മളോട് ഈ നിലയിലെല്ലാം ക്ഷമിച്ചെന്ന് കാണുമ്പോൾ, യഥാർത്ഥത്തിൽ അത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് കൂടുതൽ നന്ദിയും സ്നേഹവും കടപ്പാടും ഉണ്ടാകും. നമ്മൾ ദൈവവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സജീവമാകും. പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ ആ നിലയിൽ നമുക്ക് ധൈര്യവും ഉറപ്പും നൽകാൻ സദാ സന്നദ്ധനാണ്. ആ സൗകര്യങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ സമയം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.